20.5% പോളിംഗ് എത്തിയിരിക്കുകയാണ്. ആദ്യം 3 മണിക്കൂർ 3.5 മണിക്കൂർ പിന്നിട്ട ഈ സമയത്ത് 20.5% പോളിംഗ് ആണ് പാലക്കാട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മോശം പോളിംഗ് അല്ല. എന്തായാലും 70% എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് സ്ക്വാഡ് പ്രവർത്തനങ്ങളിലൂടെ സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് എന്തായാലും തുടക്ക സമയത്ത് നല്ല പ്രതികരണം എന്ന് തന്നെ പറയാം. ഇപ്പോഴും നീണ്ട ക്യൂ പലയിടങ്ങളിലുമുണ്ട്. നഗരസഭയിലെ ചില ബൂത്തുകളിൽ ക്യൂ ഇല്ല, അവിടെ പോളിംഗ് കുറവാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ്. പാലക്കാട് നഗരസഭയിൽ അത് കാര്യവുമാണ്. മുനിസിപ്പാലിറ്റിയിൽ പൊതുവെ പോളിംഗ് ശതമാനം കുറവാണ്. ബാക്കി 3 പഞ്ചായത്തുകളിലും നല്ല പോളിംഗ് ആണ് നടക്കുന്നത്. അത് മാത്തൂരാണെങ്കിലും പിരായിരിയിലാണെങ്കിലും കണ്ണാടിയിലാണെങ്കിലും നല്ല പോളിംഗ് തന്നെ ഇപ്പോഴും നടക്കുന്നുണ്ട്. സൈത്ത് ചേരുന്നു. സൈത്ത്, ഇപ്പോൾ AK ബാലൻ വോട്ട് ചെയ്ത് കഴിഞ്ഞോ? എങ്ങനെയാണ് സൈത്ത് നിൽക്കുന്ന സ്ഥലത്തെ ഇപ്പോഴത്തെ ഒരു തിരക്ക്? AK ബാലൻ വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അവിടെ അത്യാവശ്യം തിരക്കുണ്ട്. അതുകൊണ്ട് അദ്ദേഹവും ഭാര്യയും ക്യൂവിൽ തന്നെയാണ് ഇപ്പോഴും. ഉടൻ തന്നെ വോട്ട് ചെയ്ത് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങും. ഇത് ടൗൺ മേഖലയിൽ ഉള്ള ക്യൂ ആണ്. അതായത് ഈ CPM ജില്ലാ കമ്മിറ്റി ഓഫീസൊക്കെ സ്ഥിതി ചെയ്യുന്നതിന് തൊട്ട് സമീപത്തുള്ള ഒരു ബൂത്ത് കൂടിയാണിത്. അതായത് നഗരമേഖലയുടെ എല്ലാ പ്രത്യേകതയുള്ള ഒരിടമാണ്. ഇവിടെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചുള്ള മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ചുള്ള അത്ര രീതിയിലേക്ക് തിരക്ക് വന്നിട്ടില്ല എന്നതാണ് പൊതുവിൽ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടി ആളുകളൊക്കെ പറയുന്നത്. പക്ഷേ അത് പോളിംഗ് കുറയുന്നതിന്റെ സൂചനയൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ ആളുകൾ വന്നു പോകുന്നുണ്ട്. ആ തിരക്ക് ഇവിടെ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. AK ബാലന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഈ സമീപകാലത്ത് ഇപ്പോൾ ചന്ദ്രികയുടെ ലേഖനമായാലും ഈ മുസ്ലിം ലീഗ് തങ്ങൾക്കെതിരായ പരാമർശ വിവാദത്തിനും അടക്കമുള്ള പ്രധാനപ്പെട്ട പ്രസ്താവനകളാണ്. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സുപ്രധാനമായ രാഷ്ട്രീയ നിലപാടുകൾ പറയുകയും പലപ്പോഴും വിവാദത്തിൽപ്പെടുകയും ചെയ്തിട്ടുള്ള ആളുകൂടിയാണ് AK ബാലൻ. അതുകൊണ്ട് ഈ വിഷയങ്ങളിലൊക്കെ AK ബാലന്റെ പ്രതികരണം ഇന്ന് വോട്ട് എടുപ്പിന് ശേഷം ഈ ട്രെൻഡ് അടക്കമുള്ള വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണം നിർണായകമാണ്. നമുക്ക് പ്രതീക്ഷിക്കാം അദ്ദേഹം ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങി വരും. ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ടല്ലോ. NN കൃഷ്ണദാസ് പക്ഷേ ഈ വിഷയം അത്ര ഞങ്ങൾ സീരിയസ് ആയി എടുക്കുന്നില്ല എന്ന് പറയുകയുണ്ടായി. അത് CPM പ്രതിരോധത്തിലാക്കുന്ന ഒന്നായിപ്പോയോ? ഈ ഭൂതകാലത്തെ നോക്കി എന്തിന് വർത്തമാനകാലത്ത് കാര്യങ്ങൾ സംസാരിക്കുന്നു എന്നുള്ളത്. പക്ഷെ അതൊരു സെൽഫ് ഗോൾ ആയിപ്പോയോ എന്നുള്ളൊരു സംശയമുണ്ട്. സന്ദീപ് വാര്യരുടെ ഭൂതകാലം നോക്കിയാണല്ലോ ഈ വർത്തമാനകാലത്ത് ആരോപണം CPM ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് കൃഷ്ണദാസ് അങ്ങനെ പറഞ്ഞത് എന്നുള്ള ഒരു സംശയം വരുന്നുണ്ട്. പതിവ് പോലെ കൃഷ്ണദാസ് പാർട്ടിയെ വെട്ടിലാക്കുകയാണോ ഈ വോട്ടെടുപ്പ് ദിവസം? അത് വലിയ ആശയക്കുഴപ്പം പൊതുവിലുണ്ട്. കാരണം കൃഷ്ണദാസിന്റെ പല പ്രസ്താവനകളും തുടക്കം മുതൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നും ഈ വിഷയത്തിൽ കാരണം സന്ദീപ് വാര്യര് കോൺഗ്രസിലേക്ക് കടന്നു വന്നതോടെ സന്ദീപ് വാര്യരുടെ കഴിഞ്ഞകാല ഇടപെടലുകളും അദ്ദേഹത്തിന്റെ സംഘി മനസ്സ് നഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണ് കോൺഗ്രസ് ഏറ്റെടുത്തത്. കോൺഗ്രസും BJPയും തമ്മിലുള്ള ധാരണയിലാണ് സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള കടന്നുവരവ്. ഇതൊക്കെയാണ് CPM മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ. പക്ഷേ അതിന് വിരുദ്ധമാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന NN കൃഷ്ണദാസിന്റെ നിലപാടെന്ന ഒരു തർക്കമില്ല. നമുക്ക് തുടക്കം മുതൽ അത് പ്രകടമാണ്. കാരണം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നേരത്തെയും ഈ കള്ളപ്പണ വിവാദത്തിലടക്കം കൃഷ്ണദാസ് എടുത്ത വ്യത്യസ്തമായ നിലപാട് CPMനെ കുഴക്കിയിരുന്നു. സമാനമായ നിലപാട് ഈ വോട്ടെടുപ്പ് ദിവസവും പ്രകടമായി എന്നതാണ് കാര്യം. എന്തായാലും ഇത് പോളിംഗിന് ശേഷം ഇത് ഏതു തരത്തിലേക്ക് CPMനുള്ളിൽ ചർച്ചകൾ നടക്കുമെന്ന കാര്യവും പ്രസക്തമാണ്. എന്തായാലും CPM ഇന്നത്തെ ദിവസം സന്ദീപ് വാര്യർ വിഷയം മുഖ്യമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. അത് നേതാക്കൾ ആ തരത്തിൽ അത് പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. AK ബാലന്റെ പ്രസ്താവനയിൽ നിർണായകമാവുന്ന ഒരു കാര്യം, AK ബാലനാണ് മുമ്പ് സന്ദീപ് വാര്യരെ പുകഴ്ത്തിയ ഒരു പ്രസ്താവന നടത്തിയത്. അദ്ദേഹം CPMലേക്ക് വരും എന്ന സൂചന ഉണ്ടായിരുന്ന ഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ഇന്ന് AK ബാലൻ ഇക്കാര്യത്തിൽ എന്ത് പ്രതികരണം നടത്തുന്നു എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ പോലും അങ്ങേയറ്റം ജനങ്ങളെ സ്വാധീനിച്ചേക്കാം എന്ന വിലയിരുത്തലിലും പ്രതീക്ഷയിലുമാണ് ഇത്തരം വ്യത്യസ്ത നിലപാടുകൾ നേതാക്കളിൽ നിന്ന് വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഉറപ്പായും സജിത്ത്, AK ബാലന്റെ പ്രതികരണം അത് കൗതുകരമാണ്. പ്രത്യേകിച്ച് വോട്ട് കഴിഞ്ഞ്. കാരണം ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ഉണ്ടായ നേരത്തെ മഞ്ജു സൂചിപ്പിച്ച പോലെ ഏതൊക്കെ വിഷയം ഉണ്ടായോ അവിടെയൊക്കെ ആദ്യം പ്രതികരണമായി എത്തുന്നത്. ഏത് വിവാദ വിഷയമുണ്ടായാലും പ്രതികരിക്കാൻ പോലും എല്ലാ കാര്യത്തിലും AK ബാലനായിരുന്നു മുന്നിൽ. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചയാൾ AK ബാലൻ എന്ന് തന്നെ നിസ്സംശയം പറയാമല്ലോ. മറ്റ് നേതാക്കൾ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ബാലൻ എന്തു പറയുന്നു എന്ന കാര്യം കൗതുകത്തോടെ നോക്കിക്കണ്ടിരുന്ന ഒരു സമയമായിരുന്നു ഈ പ്രചാരണ ദിവസങ്ങൾ എല്ലാം. എന്ത് വിഷയമുണ്ടായാലും ആദ്യം AK ബാലന്റെ പ്രതികരണം തേടി ചെല്ലുന്നു. അദ്ദേഹം അക്കാര്യം പറയുന്നു. പക്ഷേ അവിടെ കൃഷ്ണദാസിന്റെ ഭാഗത്തു നിന്നൊരു തിരുത്തൽ വരുന്നു. ഇന്നും അങ്ങനെ തന്നെ ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യമാണല്ലോ. കൃഷ്ണദാസ് പറഞ്ഞത് എന്തായാലും മാർക്സിസ്റ്റ് തിയറി അല്ല. ഭൂതകാലം നോക്കേണ്ട, ഭൂതകാലം വർത്തമാനകാലത്തെ സ്വാധീനിക്കില്ല എന്ന് പറയുന്ന ഒരിക്കലും CPMന് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ എന്തായാലും അതിലൊരു തിരുത്തൽ തന്നെ വേണ്ടി വരില്ലേ? ബാലനോട് ആ ചോദ്യം ചോദിച്ചാൽ അദ്ദേഹത്തിന് തിരുത്തി പറയേണ്ടി വരില്ലേ സജിത്ത്?
തീർച്ചയായും അത് നമ്മൾ ആ ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കാൻ നമ്മളും കാത്തു നിൽക്കുകയാണ്. എന്തായാലും അക്കാര്യത്തിൽ എ കെ ബാലന്റെ പ്രതികരണം ശ്രദ്ധേയമാണ്. എനിക്ക് തോന്നുന്നു ഈ സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായ പരാമർശം മുമ്പ് നടത്തിയിട്ടുള്ളത് മഞ്ജുഷ് ഗോപാലിനോട് തന്നെയാണ്. മഞ്ജുഷിനോട് മുമ്പ് എ കെ ബാലൻ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ സന്ദീപ് വാര്യരെ പുകഴ്ത്തി അദ്ദേഹത്തെ പൂർണ്ണാർത്ഥത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ടൊരു നിലപാടെടുത്തത്. ഒരുപക്ഷെ ആ നിലപാട് പിന്നീട് പാർട്ടിയെ കുഴക്കി എന്നതാണ് സാഹചര്യം. ഇന്ന് രാവിലെയും ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ ആവർത്തിക്കുന്ന ഒരു കാര്യം, സന്ദീപ് വാര്യരെ ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ നന്മയും രാഷ്ട്രീയ നിലപാടിനെയും പുകഴ്ത്തി പറഞ്ഞത് CPM നേതാക്കൾ തന്നെയല്ലേ, പിന്നെ എന്താണ് ഇപ്പോൾ തള്ളിപ്പറയുന്നത് എന്ന ചോദ്യം ഉന്നയിക്കാൻ അവർക്ക് അവസരം കൊടുത്തത് എ കെ ബാലനാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം അക്കാര്യത്തിൽ ശ്രദ്ധേയമാണ്. നമുക്ക് നേരത്തെ പറഞ്ഞു വന്നതുപോലെ ഈ NN കൃഷ്ണദാസ് അദ്ദേഹം തുടക്കം മുതൽ പാർട്ടിയുടെ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഓരോ സാധ്യതകളും തേടും, ഓരോ നിലപാടുകളും എടുക്കും. പക്ഷേ അത് പാർട്ടി ഏകകണ്ഠമായി പുറത്തേക്ക് മാധ്യമങ്ങളിലേക്കും ജനങ്ങളിലേക്കും പൊതുപരിപാടികളിലും ഒക്കെ അഭിപ്രായം പറയുന്നതാണ് പൊതുവിൽ കാണുന്ന രീതി. CPM പ്രത്യേകിച്ചും അത് നമ്മൾ കഴിഞ്ഞ കാലം കണ്ടതാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ സംഭവിച്ചു എന്നതാണ്. ഈ കള്ളപ്പണ വിവാദ വിഷയത്തിലായാലും ഇപ്പോൾ സന്ദീപ് വാര്യർ വിഷയത്തിലായാലും പാർട്ടിയുടെ പൊതു നിലപാടിന് വിരുദ്ധമാണ് തന്റെ നിലപാട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ശൈലി തന്നെ കൃഷ്ണദാസ് സ്വീകരിച്ചിട്ടുണ്ട്. വോട്ടെടുപ്പ് ദിവസം തന്നെ ഈ വ്യത്യസ്ത നിലപാട് പുറത്തുവരുന്നത് അണികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കും, പൊതുവിൽ വോട്ടർമാരിലും ആശയക്കുഴപ്പം. ശരി സഹിത്, എന്തായാലും അല്പസമയത്തിനകം എ കെ ബാലന്റെ പ്രതികരണം ഇവിടെയും പ്രതീക്ഷിക്കുകയാണ്. നഗരസഭയിൽ എങ്ങനെയാണ് പോളിംഗ് ശതമാനം ഇപ്പോൾ?